ഹലോ ശിവോ, നിന്നെ കൊണ്ട് വലിയ തൊല്ലയാണല്ലോടാ. എന്താ നിന്റെ പ്രശ്നം? നിന്റെ കമ്പിളിപ്പുതപ്പ് എന്റെ കയ്യിലില്ല, കേശുവിന്റെ കയ്യില. ചിലപ്പോ കേശുവിന്റെ കയ്യിൽ കാണുമായിരിക്കും. ഇവിടെ ഒന്ന് വെച്ചിട്ട് പോടേ, മനുഷ്യന് മനസ്സമാധാനം താടേ. ഓ ചേടാ, ഇവനെ കൊണ്ട് വലിയ തൊല്ലയാണല്ലോ ഇത്. അവന്റെ പ്രശ്നം എന്തിനാണ്? അവന്റെ അമ്മമ്മയുടെ പുതപ്പ് കാണാനില്ല പോലും. അങ്ങനെയല്ലടാ, അവന്റെ അമ്മമ്മയുടെ കമ്പിളി പുതപ്പാണ് അവൻ പുതച്ചോണ്ട് വന്നത്. അതിപ്പോ എവിടെ നിന്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞോണ്ടിരിക്കണത്. എന്താ സംഭവം? ഷിബുവിന്റെ അമ്മമ്മയുടെ പുതപ്പ് ഇട്ടിരിക്കണെന്ന്. അത് കൊടുത്താ പോരെ? കൊടുക്കാം, ഞാൻ കൊടുക്കാം. അവനെ സത്യം പറയാൻ പുതപ്പോടെ വെച്ചാൽ കത്തിച്ചാതിയായിരുന്നു. യേശോ, നോ വയലൻസ്. ഇല്ലടി, ഞാൻ അടുത്തവണ അവനെ കാണുമ്പോ പിടിച്ച് കൊടുക്കാം. കേശേ, ഇതാ വരുന്നു നിനക്ക് ഉമ്മ കൊടുക്കാനുള്ള ആള്. നട്ടുച്ച വെയിലത്ത് പച്ച ഷർട്ട് ഇട്ടോണ്ട് വന്നേക്കുന്നു. എങ്ങനെ സാധിക്കുന്നു? കഴിവ് അളയൊന്നും ചെയ്തേക്കല്ലേ. ഇവിടെ ചില്ലറുണ്ടെ കൊടുക്കടാ. പുതപ്പാണ് വേണ്ട. എന്റെ പുതപ്പ്, എന്റെ അമ്മൂമ്മേരെ പുതപ്പ്. നിന്റെ അമ്മൂമ്മയുടെ പുതപ്പ് ഇപ്പൊ തരാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇപ്പൊ തരണ്ട, രാത്രി ആവണേന് മുന്നേ തന്നാ മതി. അപ്പോഴാണ് പുതച്ച് കിടക്കേണ്ടത്. അപ്പൊ കിട്ടും. നിനക്ക് എന്താടാ നിനക്ക്? ആ പുതപ്പ് എന്റെ അമ്മൂമ്മേരെ ഓർമ്മകൾ ഉറങ്ങുന്ന പുതപ്പാ. അത് പുതച്ചാ ഞാൻ ഉറങ്ങുന്നത്. അതിനെ കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടാതെ ഞാൻ പോകൂല. എന്തിനാടാ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങോട്ട് കയറി വന്നത്? ഞങ്ങൾ അറിയാതെ നിന്നെ ഒന്ന് നന്നാക്കി പോയി. അതിനുള്ള ശിക്ഷയാണത്. ചേച്ചി, ചേച്ചി ഇങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സംഭവം എനിക്ക് പിടികിട്ടി എന്താ കാര്യമൊന്നും. ആ വന്നേറി വരത്തിന് വേണ്ടിയിട്ടല്ല എന്നെ ഇപ്പൊ തള്ളി പറയണത്. അല്ലല്ല, അളിയനല്ല, അളിയ നമ്മുടെ ചങ്ക്. ഇത് മറ്റേ ചെന്നൈ മറ്റേ പയ്യൻ. അവ എങ്ങനെ വരുത്തനാവുന്നത്? അവ ഇവിടെ ഉള്ളവൻ തന്നെ. എവിടെയുള്ള? കൊച്ചിയിലുള്ളവനാ? കൊച്ചിയല്ല, കേരളത്തിലുള്ളവൻ തന്നെ. ആ, അപ്പൊ വരുത്തം തന്നെ. നീ എവിടെ ഉള്ളത്? അല്ല, ഞാൻ പാലക്കാടുള്ള. കൊച്ചിയിലെ ഉള്ളതല്ലോ. അല്ല അല്ല, പക്ഷെ അവനെ കാട്ടി ആദ്യം ഇവിടെ കാലുകുത്തിയത് ഞാനല്ലേ. അപ്പൊ ഞാൻ വരുത്തനല്ലോ. പുതിയ ആൾക്കാർ വന്നപ്പോ പഴയ ആൾക്കാരൊക്കെ തള്ളിപ്പറയുന്ന സ്വഭാവം ശരിയല്ല ചേച്ചി. ഒന്നുമില്ലെങ്കിലും എന്ത് ശിവാനിക്ക് എല്ലാം അറിയാന്നുള്ള കാര്യമാ. എനിക്ക് എന്തോന്നറിയാന്ന്? എനിക്കൊന്നും അറിയത്തില്ല. അവൻ എവിടെ? അവൻ ഇപ്പൊ ഞാൻ വരണമെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ. എനിക്കറിയാം. പിന്നെ അവൻ ചാരാണ്, ചാരൻ. അവന്റെ പേര് കണ്ടില്ലേ? ചാരോണ്. റോക്സേ, പുള്ളിയുടെ പേര് ഷാരോൺ. SHARON, ഷാരോൺ. അല്ല, അതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട്. ചക്കരെ, നീ നേരത്തെ വേറെന്തോ പറഞ്ഞായിരുന്നല്ലോടാ. വേറെന്തോ ഒരു വാക്ക് പറഞ്ഞായിരുന്നു. അഭിതേ ഫോൺ വിളിച്ചപ്പോ അഭ്യൂർദ മഹർഷി. ഷിബു, നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി പറഞ്ഞത്? അതെന്റെ കമ്പിളിപ്പോപ്പ് തേടി ഞാൻ വന്നാണ്. ഞാൻ കമ്പിളിപ്പോപ്പ് മര്യാദ ഞങ്ങളോട് കളിച്ചോണ്ടല്ലേ എല്ലാം കൊളവാക്കി. ഞാലും ഉണ്ടാകില്ലല്ലോ, മിണ്ടാതെ അവിടെ വന്ന് ഇരുന്നല്ലേ ഉള്ളു. കാശുവല്ല എന്നെ പിടിച്ച് വലിച്ച് കമ്പിളിപ്പോപ്പ് കൊണ്ടുപോയത്. എന്നെ കളിക്ക് കൂട്ടിയില്ലല്ലോ. നീ ആരാണ്? ഞാൻ ഷിബു. എന്റെ അമ്മൂമ്മയെ വലിച്ചെറിയല്ലേ. പാവം പോട്ടെ അമ്മൂമ്മ. ഒറ്റപ്പെട്ട് കിടക്കായിരുന്നു പാവം. ശരി. എവനെ ആട്ടിയാട്ടി ഇപ്പൊ എനിക്ക് മടുത്തല്ല ദൈവമേ. ഇത് നാണം കേട്ടവനാടി. ഈ സിറ്റിക്ക് നടക്ക് ഇതുപോലത്തെ ഒരു സ്ഥലം പറയത്തില്ല കേട്ടോ. വേറെ ഏതോ രാജ്യത്ത് പോയൊരു ഫീല്. ഒരു ഊട്ടിയിലൊക്കെ പോയൊരു ഫീല്. ഊട്ടിയാണോ വേറെ രാജ്യം? വേറെ രാജ്യമല്ല, അതോട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഗംഭീര സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. എന്നാലോചിച്ച് നോക്കിയേ, കൊച്ചു സിറ്റിയുടെ നടുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം വേറെ ഉണ്ടാവൂ? അതുണ്ടാവില്ല. അതാണ്. അതുകൊണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ വീടും അടുത്തുള്ള കുറച്ച് സ്ഥലമൊക്കെ വാങ്ങണമെന്ന്. അങ്ങനെ കാത്തിരുന്ന് അവസാനം വീട് വാങ്ങി. ഭയങ്കര ഹാപ്പി. അടിപൊളി. ശിവ, ഞാനേ ഒരു 2-3 കൊല്ലം ഉഴപ്പിക്കളഞ്ഞു. ഇനി മര്യാദക്ക് പഠിച്ച്
പാസ്സായാലോ എന്നുള്ള പ്ലാനില്ല. നല്ല പ്ലാനാ അത്. ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ആയ കാലത്ത് പഠിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഒരു ജോലി ആവേണ്ട സമയമായി. വരുന്ന കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് പഠിക്കാ. നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. നീ ഇവിടെ എല്ലാവരുടെയും കാര്യം അന്വേഷിച്ചിട്ട് നിനക്ക് നിന്റെ കാര്യം നോക്കാൻ സമയമില്ല ഇപ്പൊ. എന്റെ പൊന്ന്, ആവശ്യമുണ്ടെന്ന് വിളിച്ചു പറയല്ലേ. വീട്ടിലെങ്ങാനും പോയത് പറഞ്ഞാണ്ടല്ലോ, കേശു കേട്ടാ മതി, തീർന്ന്. പിന്നെ പഠിക്കുന്നില്ല, ഉഴപ്പാണ് അതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും അങ്ങോട്ട്. പിന്നെ നാളെ രാവിലെ തന്നെ പോണോട്ടോ, ലേറ്റ് ആകല്ലേ. ഓ, നാളെ കാലത്ത് തന്നെ വേണം എന്തായാലും. ഇത് പെട്ടെന്ന് സമയം പോയത്, സത്യം. വന്നതേ ഓർക്കണുള്ളൂ. എന്ത് കഷ്ടമാണ് ദൈവമേ ഇത്. ഇയാളെന്താ മാനത്തോത് പൊട്ടി വീണ ഇപ്പ? ഇവിടെ നോക്കിയാലും താനാണല്ലോ. തന്നെ വല്ല കാലെടുത്ത് അറിയണ്ട. ശിവാനിക്ക് അറിയാലോ ഞാൻ എവിടെ എപ്പോ എങ്ങനെ വേണമെങ്കിലും വരും. നിനക്ക് എന്താടാ, നീ എല്ലായിടത്തും ഒളിച്ചിപ്പുണ്ടല്ലോ. ഞാനാ വിളിച്ചിരുന്നത്. ഞാൻ ശിവാനി വീട്ടിൽ വന്നപ്പോ നീ അല്ല അവിടെ കയറി വിളിച്ചിരുന്നത്. ഒളിച്ചിരുന്നാ നീ വന്നതിനെ അറിഞ്ഞിട്ട് കൂടിയില്ല. അറിഞ്ഞിട്ടില്ലേ? എന്റെ സ്വഭാവം നിനക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എന്റെ സ്വഭാവം ഇവിടുത്തെ പട്ടിക്കും അല്ലെ എന്റെ സ്വഭാവം നിനക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അത് മതി. നിന്നെ പറ്റി അറിഞ്ഞിടത്തോളം എനിക്ക് മതി. നീ മര്യാദ കടയെ നോക്കിയിരുന്നോളല്ലോ. കടയെന്നാ? അത് എന്റെ മൊബൈൽ ഹബ്ബാണ്. മൊബൈൽ ഹബ്ബ്. മൊബൈൽ ഹബ്ബ്? എന്ത് മൊബൈൽ ഹബ്ബ്? കുഴപ്പമുണ്ട്. മൊബൈൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ മതി പറയണമെങ്കിൽ. അതെ, എന്നെ അപമാനിച്ചാലും കുഴപ്പമില്ല. എന്റെ കടയോ എന്റെ ശിവാനി അപമാനിച്ചാലും ഞാൻ സഹിക്കൂല. ശിവാനിയാ? ഞാൻ ഇതിൽ എവിടെ നടാ വന്നത്? അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എന്റെ ശിവാനിയും അല്ല ശിവാനിയും മൊബൈൽ കട എനിക്ക് ഒരേപോലെയാണെന്ന് പറഞ്ഞു വരായിരുന്നു. അത്രേ ഉള്ളൂ. ഇല്ല, എനിക്ക് അത്ര നിന്റെ ഫോം പിടിക്കണില്ല കേട്ടാ. ശിവാനി വീട്ടിൽ പോയി. എനിക്ക് ഇവന്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് ഇവന്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കാണ്ടെന്ന്. ശിവു ചുമടങ്ങിയിരുന്നേ. നമ്മുടെ വീട്ടിൽ വന്നൊരു ഗസ്റ്റ് ആണ്, ചുമ്മാ അലമ്പാക്കാൻ നിക്കല്ലേ. ഗസ്റ്റാ? ഗസ്റ്റ് ഇന്ന് 2 കാലും കുത്തി വീട്ടിലോട്ട് എത്തുമെന്ന് എന്താ ഉറപ്പ്? ഞാനത് വിട്ടിട്ട് വേണ്ടേ? ഇവനോട് മലയാള ഭാഷയെ പറഞ്ഞതാ വിട്ടു പോവാൻ. കേൾക്കണില്ല. ശിവാനി കുറച്ചുകൊണ്ട് മാറിക്ക്, ഞാൻ സംസാരിക്കട്ടെ അവനോട്. മാറിക്ക് ശിവാനി, ചോരപ്പുഴ ഒഴുകും ഇവിടെ. നിന്നോട് മലയാള ഭാഷ ഞാൻ പറഞ്ഞല്ലടാ. ഇന്ന് 1/2 മണിക്കൂറിനകത്ത് ഇവിടെ നിന്ന് വിട്ടോണം, കേട്ടല്ല? ഓഹോ, അപ്പൊ ഏതാണ്ടൊക്കെ അറിയാം അല്ലേ ശിവാനി? ഷിബോറോക്സിന്റെ അടുത്താ കളി. അപ്പൊ എങ്ങനെ ഒരു കൈ നോക്കാം? പേടിച്ചു പോണ പുറകോട്ടെ. കണ്ണോട് നോക്കുന്നേ ശിവ. വെള്ളം കൊണ്ടുപോടോ. ഇവൻ ഇന്നും അടി കൊണ്ടാ കൊണ്ടെന്നാണ് ശിവ. ആരാ തല്ലിയേ? ഓ, ചവിട്ടിട്ടേച്ചി. തീർന്നോ? എന്താണ്? നിന്ന് ചെണ്ടോട്ടാണ്. എടുക്കല്ലേ, ഞാൻ ഒന്ന് കിടന്ന് കണ്ടോട്ടെ. കിടത്തി കാണിക്കാം. പാലെടുക്കാൻ കൊണ്ടുവരണോ? സംഭവേ അത് മര്യാദ ആളാണ് കേട്ടോ. പുള്ളിനെ അടിച്ചിട്ടിട്ട് പുള്ളിനെ എടുത്തോണ്ട് പോണണ്ടല്ലേ. നീ വന്നേ, നീ വന്നി. അളിയാ, എങ്ങോട്ടാ? നേരെ